ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. സോ ബെൽ ബട്ടൺ അമർത്താൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇന്ന് നമ്മൾ പറയാൻ പോണത് പൊതുവെ എല്ലാവർക്കും മസിൽ കടച്ചിൽ അല്ലെങ്കിൽ ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. മസിൽ സ്റ്റിഫ്നെസ്, കടച്ചിൽ വരുന്നു. അപ്പോൾ ഈ കടച്ചിൽ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ. സോ ഈ മസിൽ കടച്ചിൽ എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ മസിൽ സോർനെസ് എന്ന് പറയും, മസിൽ സ്റ്റിഫ്നെസ് എന്ന് പറയും, മസിൽ ഫെറ്റീഗ് എന്ന് പറയും. ഓക്കെ. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മാജിക്കൽ ബോഡി മാതിരിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അതിന് റിപ്പയർ ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം നമുക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ മസിൽ കടച്ചിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് വരുന്നത്, നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടി ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിലും ഒരു സൈഡിലേക്ക് വളഞ്ഞിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുകയാണെങ്കിലും ശരിക്കും നടക്കാണ്ടിരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പോസ്ചർ ശരിയാവേണ്ടി ആകുമ്പോഴാണ് നമുക്ക് ഈ മസിലിൻ്റെ അവിടെ സ്റ്റിഫ്നെസ്സും കടച്ചിലൊക്കെ വരുന്നത്. ഒരു ലോങ് ടേം ആണല്ലേ, പെട്ടെന്ന് ഒരു ദിവസം എണീറ്റിട്ട് കഴുത്ത് വേദന അങ്ങനെയൊന്നും വരില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ പോസ്ചറാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ അവിടെ കുറേ കാലം നമ്മളിങ്ങനെ നീണ്ട് ചെയ്യുമ്പോഴാണ് അവിടെ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചിലർ ചൂട് വയ്ക്കും, അല്ലെങ്കിൽ തണുപ്പ് വയ്ക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ എക്സാക്ട്ലി നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കണമെന്ന് നമുക്കറിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല റീസൺസും, ഇത് മാത്രമല്ല, ചിലപ്പോൾ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ ആയിരിക്കാം, ശരീരത്തിൽ വെള്ളം കിട്ടാഞ്ഞിട്ട്, ഓക്സിജൻ ആവശ്യത്തിന് കിട്ടാഞ്ഞിട്ടും മസിൽസിന് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ മസിൽസിന് ആവശ്യമുള്ള 3 സാധനങ്ങളുണ്ട്: സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം. ഇത് നമ്മുടെ ഫുഡിൽ നിന്ന്, അതാണ് ഫുഡാണ് മെയിൻ, ഫുഡാണ് സോഴ്സ്. ഏത് അസുഖത്തിൻ്റെയും ഫുഡാണ് സോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ട ആവശ്യത്തിന് വിറ്റാമിൻസ് കിട്ടുന്നില്ല, വിറ്റാമിൻ ഡെഫിഷ്യൻസി, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളുണ്ട്. ഇതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്, മസിൽ സ്റ്റിഫ്നെസ് വരാനുള്ള കാരണങ്ങൾ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോസ്ചർ ശരിയായാൽ മാത്രമാണ് നമുക്ക് മര്യാദയ്ക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ തണുപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ ക്ലാരിഫൈ ചെയ്യണം. നമ്മൾ ഐസ് വെക്കുമ്പോൾ, അല്ല ഐസ് കംപ്രഷൻ വെക്കുമ്പോൾ, അത് നമ്മളിപ്പോൾ എന്തെങ്കിലും സ്വെല്ലിങ് വന്നു, ഫ്രഷ് സ്വെല്ലിങ് ആണെങ്കിൽ വെക്കരുത്, മസാജ് ചെയ്യരുത്, കാരണം അത് പിന്നെയും വേഴ്സ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനുള്ള തൈലങ്ങൾ പുരട്ടാം, നോ പ്രോബ്ലം, പുരട്ടാം, പക്ഷെ മസാജ് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഈ ഐസ് കംപ്രഷൻ വെക്കുമ്പോൾ ശരിക്കും അവിടുത്തെ ബ്ലഡ് വെസൽസ് ചുരുങ്ങാണ് ചെയ്യണത്. ബ്ലഡ് സർക്കുലേഷൻ കുറയും, പക്ഷെ അവിടുത്തെ ബ്ലഡ് വെസൽസ് ചുരുങ്ങാണ്. അതുകൊണ്ട് തന്നെ ചുരുങ്ങുമ്പോൾ സ്വെല്ലിങ് കുറയും, വേദനയും കുറയും. ഓക്കെ. അപ്പോൾ ഐസ് കംപ്രഷൻ വെക്കുമ്പോൾ ഇതാണ് നടക്കുന്നത്. പക്ഷെ അത് നല്ലതാണ്, സ്വെല്ലിങ് കുറയും, ഞാൻ പറഞ്ഞല്ലോ, ഷ്രിങ്ക് ആവും, ബ്ലഡ് സർക്കുലേഷൻ കുറയും, പക്ഷെ സ്വെല്ലിങ് കുറയും, പെയിൻ കുറയും. പക്ഷെ അതിൻ്റെ ആദ്യത്തെ 24 hours നമുക്ക് ഐസ് കംപ്രഷൻ വെക്കാം. അടുത്ത 24 hours നമുക്ക് എന്ത് ചെയ്യാം, ചൂട് വെക്കാം. ഓക്കെ. പിന്നെ കല്ലുപ്പിട്ട് ചൂടുവെള്ളത്തിൽ ചെയ്യണത് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഈ മഞ്ഞൾ പാലിലിട്ടിട്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞൾ പാലിലിട്ടിട്ട് കുടിക്കണത് വളരെ നല്ലതാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അതാണ് ചെയ്യുന്നത്. ഒരു പനിയോ ഇൻഫെക്ഷനോ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ മെഡിസിൻസ് നമുക്ക് കഴിക്കാൻ നോ പ്രോബ്ലം. നമുക്ക് തൈലമുണ്ട്, ആയുർവേദത്തിൽ ഇഷ്ടമായ തൈലങ്ങളുണ്ട്. അതായത് ധന്വന്തരം തൈലം, സഹചരാതി, ക്ഷീരബലം 101 ആവർത്തി, അതേമാതിരി രാസാദി കഷായം, വെളുത്തുള്ളി വെച്ചിട്ടുള്ള കഷായം വളരെ നല്ലതാണ്. യോഗരാജ് ഗുഗ്ലു, ഇതൊക്കെ വളരെ നല്ല റെമഡീസാണ്, നല്ല നല്ല മരുന്നുകളാണ്. അപ്പോൾ ഈ ചൂട് വെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തണുപ്പ് വെക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 24 hours നമുക്ക് തണുപ്പ് വെക്കാം, അടുത്ത 24 hours നമുക്ക് ചൂട് വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ ഡോണ്ട് ഫോർഗെറ്റ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിൻ്റെ കാര്യം ഒന്ന് ഓർക്കാം. നമ്മുടെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആവുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ പറയുന്നത് ബ്ലഡ് വെസൽസ് ചുരുങ്ങുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കാല്ലേ, കുറച്ച് ഓപ്പൺ ആക്കാല്ലേ, സ്വെല്ലിങ് കുറച്ച് കുറഞ്ഞല്ലേ, ഇനി കുറച്ച് അടയ്ക്കാല്ലേ, കുറച്ച് തുറക്കാല്ലേ, ഇങ്ങനെ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, സിഗ്നൽസ് കൊടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ബട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.